അപ്പോൾ ഇന്നത്തെ വീഡിയോ കറിക്കടലയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് ചോറിനൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു അരമുറി തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുമല്ലോ. ഇനി ഇതെല്ലാം പാടെ വെള്ളം ചേർക്കാതെ ഒന്നുകൂടി ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു കുക്കർ വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 150 ഗ്രാം കറിക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ കുതിർത്തെടുത്താട്ടോ. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി കടല വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലുണ്ട് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 4 വിസിലോളം അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ആവിന്ന് പോവോളം ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു ചട്ടി വെച്ചെടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം പാടെ കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ അധിക പേരും കാണുന്നുണ്ട്. ചിലരൊന്നും ഒരു ലൈക്ക് പോലും തരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കെങ്കിലും തരിക. ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തീയിൽ തന്നെ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്നിട്ട് മൂപ്പിച്ചെടുക്കട്ടോ, എല്ലാം പാടെ കൂടിയിട്ട്. അപ്പോൾ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്താണ്, ചതുരമായിട്ട് കട്ട പീസുകളായിട്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് വേവാനാവശ്യമായ വെള്ളം പറഞ്ഞു കൊടുക്കാം. കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്താൽ മതി, ഒരു 1/2 കപ്പോളം. എന്നിട്ടിത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ ഇതേപോലെ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റോളം കൊണ്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ച് വെച്ച കടല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ. പിന്നെ നമ്മൾ ആദ്യം ചതച്ച് വെച്ച തേങ്ങയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളമാണ്, ഒരു 1/2 കപ്പ് വെള്ളമുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടല വേവിച്ചപ്പോഴും ഉള്ളി വാട്ടിയപ്പോഴും ഉപ്പിട്ട് കൊടുത്താണ്. മൊത്തം 1.25 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലുണ്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ മൊത്തം നമ്മൾ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഇത് ചെറു തീയിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക, ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കാം, പച്ച വെളിച്ചെണ്ണ. അതും കൂടി കൂടിയിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കടലയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നല്ലൊരു വിഭവം റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഇത് മാത്രം മതി കേട്ടോ. നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.